ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷിജാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൊട്ടാറ്റോ മെഴുക്കുവരട്ടിയാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു പൊട്ടാറ്റോ, ഒരു ഒണിയൻ, ഒരു ചില്ലി, ഗാർലിക് 3 പിന്നെ വേണ്ടത് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ സോൾട്ട്. സ്റ്റവ് ഓണാക്കാം. പാൻ ചൂടാകട്ടെ. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാവരും പൊട്ടാറ്റോ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞതിന് ശേഷമാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ കുക്ക് ചെയ്തിട്ട് വലിയ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടുകയില്ല. പൊട്ടാറ്റോ തോലോട് കൂടി തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിൽ പൊട്ടാറ്റോയുടെ തോലിൽ ഒരുപാട് വിറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പൊട്ടിട്ട് നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ പൊട്ടാറ്റോയും ആ സ്കിന്നോട് കൂടി തന്നെ പൊട്ടാറ്റോ വൃത്തിയാക്കിയതിന് ശേഷം നമ്മളതൊന്ന് ഇച്ചിരി പേസ്റ്റാക്കി അരച്ച് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കണ്ണിന് എവിടെയാണോ കറുപ്പ്, നല്ല ഗ്ലോ ആയിരിക്കും പൊട്ടാറ്റോ ഫേഷ്യൽ ചെയ്ത്. കടുക് പൊട്ടിട്ട് തണുപ്പായിട്ടാണോ കടുക് പൊട്ടാൻ താമസം? ഇവിടെ നല്ല മഴയാണ്. കടുക് പൊട്ടാൻ തുടങ്ങി. തീ കുറച്ച് വെച്ച് കൊടുക്കും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ടു. വെളുത്തുള്ളിയാണ് കണ്ട 3 വെളുത്തുള്ളിയാണ് ഞാൻ 3 കഷ്ണം വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതിൻ്റെ പച്ച കുത്തലൊന്ന് മാറട്ടെ. വെളുത്തുള്ളിക്കൊരു വല്ലാത്തൊരു കുത്തലുണ്ട്. അതൊന്ന് മാറിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. വറ്റൽ മുളകിടാം. അതിന് ശേഷം ഇതൊന്ന് കരിഞ്ഞു പോകരുത്. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാളയും ഒരു പൊട്ടാറ്റോയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കലം ചോറ് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിച്ച് പെട്ടെന്നൊന്ന് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി പറഞ്ഞു കൊടുക്കുമെന്ന്. അതിന് ഞാൻ ഒരു തക്കാളി കറി വെക്കുന്നത് അത് ഇതേപോലെ തന്നെ പെട്ടെന്നാണ്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. തക്കാളി കറി വയ്ക്കുന്നത് ഞാൻ വയ്ക്കുന്ന രീതി വേറെയാണ്. എല്ലാവരും ഏത് രീതിയിലാണ് വയ്ക്കുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ അമ്മ വയ്ക്കുന്ന വേറൊരു രീതിയിലാണ്. ആ രീതിയിൽ വെച്ചാൽ എൻ്റെ മക്കളൊന്നും കഴിക്കത്തില്ല. അവർക്കത് ഇഷ്ടമാവത്തില്ല. ഞാൻ കുക്ക് ചെയ്യുന്ന രീതി ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അതിലേക്ക് ഒരു പച്ചമുളകാണ്. ഒരു പച്ചമുളക്, ഒരു പൊട്ടാറ്റോയും, ഒരു സവാള, 3-4 കഷ്ണം വെളുത്തുള്ളി. ഇത്ര മാത്രമേ ഉള്ളൂ.
നന്നായിട്ട് ഇളക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. അത് വലിയ കഷ്ണം വേണ്ടവർക്ക് അങ്ങനെ ചെറുതായിട്ട്, പെട്ടെന്ന് കുക്ക് ചെയ്യുന്നവർ ചെറിയ കഷ്ണമാക്കുന്നതാണ് എളുപ്പം വേകുന്നത്. നേരം അങ്ങനെയല്ലേ, ഇവിടെ ഇത്തിരി നന്നായിട്ട് കാണണം എല്ലാവർക്കും, ആ രീതിയിൽ കിടക്കണം. അതൊന്ന് അടച്ച് വയ്ക്കാം. പൊട്ടാറ്റോയൊക്കെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് കുക്ക് ചെയ്യരുത്, അതിൻ്റെ ഗുണമെല്ലാം അങ്ങ് പോകുന്നു. അതേപോലെ പിന്നെ സ്കിന്നോട് കൂടി കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക. നമ്മളൊക്കെ മലയാളികൾ ഇതിൻ്റെ ഏത് വെജിറ്റബിളിൻ്റെ ആയാലും സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ കഴിക്കുകയുള്ളൂ. അതങ്ങനെ അങ്ങ് ശീലിച്ചു പോയതാണ്. പക്ഷേങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ സ്കിന്നിലാണ് ഏറ്റവും കൂടുതലും ഗുണങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പറയും, അപ്പോൾ സവാള 2-3 ലെയർ നമ്മൾ പൊളിച്ച് കളയണം, അല്ലെങ്കിൽ അതിൽ ഒരുപാട് വിഷ പദാർത്ഥങ്ങളൊക്കെ അവർ തളിക്കുന്നതാണ് ചീത്തയാകാതിരിക്കാൻ വേണ്ടി, വർഷങ്ങളോളം ചീത്തയാകാതിരിക്കാൻ വേണ്ടി. അതൊക്കെ നന്നായി നമ്മൾ വൃത്തിയാക്കി എടുക്കണം. ഈ ഉരുളൻകിഴങ്ങിൽ സിങ്ക്, ഇരുമ്പ്, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു, പ്രഷർ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ മുളച്ച ഉരുളൻകിഴങ്ങ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നിരത്തിയിട്ടേക്കും, ഫ്രിഡ്ജിനകത്ത് വെക്കുകയില്ലല്ലോ ഉരുളൻകിഴങ്ങ്. അത് നമ്മൾ പുറത്തിട്ടേക്കും. പുറത്തിടുമ്പോൾ ഒരു പച്ച നിറം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കരുത്. അത് വിഷമാണ്, പിന്നെ അത് ഭക്ഷണയോഗ്യമല്ലത്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പോയ്സണൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇതിലേക്ക് ഞാൻ മുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾ, 1/4 സ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സോൾട്ടും ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു ദിവസം ഒരു പൊട്ടാറ്റോ കൂടുതലൊന്നും ആരും ഉപയോഗിക്കേണ്ട കേട്ടോ. ഒരുപാട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഫാറ്റ് കൂടും. സ്റ്റാർച്ചല്ലേ, പൊട്ടാറ്റോയിൽ കൂടുതലും സ്റ്റാർച്ചുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫാറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ഈ പൊട്ടാറ്റോ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മിതമായിട്ട് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് തടി കൂടും. പിന്നെ ഈ പൊട്ടാറ്റോയുടെ ആ സ്റ്റാർച്ച് എടുക്കാൻ, അത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കൈകൊണ്ട് അമർത്തി പിഴിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ കുറേ നേരം അനക്കാതെ വെച്ച് കഴിയുമ്പം ആ ജ്യൂസ് എല്ലാം മുകളിലും സ്റ്റാർച്ച് എല്ലാം അടിയിലുമായിട്ട് വരും. അത് ഫേഷ്യൽ ചെയ്യാനൊക്കെ ഈ മുഖത്തൊക്കെ കറുപ്പ് വന്ന് ആ കറുപ്പിനൊക്കെ പുരട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആ കറുപ്പൊക്കെ മങ്ങും, നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടും. ഇങ്ങനെ 2 മിനിറ്റ് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് നമ്മൾ വയ്ക്കണം. പിന്നെ സമയം കുറവുള്ളവർ നമ്മൾ ഞാൻ ഇതുവരെ ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യാതാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട്, കുറച്ച് മതി, നന്നായി തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചാൽ മതി. പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ടേസ്റ്റ് കിട്ടത്തില്ല. ഞാനിത് അടച്ചു വെച്ചത് തന്നെയാണ്, വെള്ളം ഒഴിക്കാതാണ് വേവിക്കുന്നത്. നോക്കട്ടെ, ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നല്ല പൊടിയായിട്ട് മുറിഞ്ഞു വരണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ നോക്കിയത് നല്ല പൊടിയായിട്ട് മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി അടച്ച് വയ്ക്കാം. കുറച്ച് സമയം കൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം 1 സെക്കൻഡ് നേരം ഒന്ന് ഫുള്ളാക്കിയിട്ട് ഓഫ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് പാത്രപാകമായതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും
നോക്കൂ എത്ര മനോഹരമായിട്ടുണ്ട് നമ്മുടെ പൊട്ടാറ്റോ മെഴുക്കുവരട്ടി. സ്വാദിഷ്ടവും മനോഹരവുമായ പോഷകസമൃദ്ധവുമായ മെഴുക്കുവരട്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ എന്ന് നിങ്ങളുടെ സ്വന്തം ഷിജ.